ഭൗതികം എത്രയാണോ പഠിച്ചത് അത്ര ദീനും പഠിച്ചിരിക്കണം, അല്ലെങ്കിൽ പിടിച്ചിരിക്കാൻ പറ്റൂല. ദീനിന്റെ പല വിഷയങ്ങളും അങ്ങനെയാണ്. ഭൗതികം മനസ്സിലാകുമ്പോൾ മാത്രമാണ് എന്തായിരുന്നു ഈ വഹയിന്റെ ഇൽമ് എന്ന് പഠിയുക, മനസ്സിലാവുക. അതുകൊണ്ട് പഠിക്കണതിനനുസരിച്ച് പഠിച്ചുകൊണ്ടിരിക്കണം. ഇപ്പോ ഇവിടെയൊക്കെ കഴിഞ്ഞപ്പോ SLCന്റെ റിസൾട്ട് വന്നു, +2ന്റെ റിസൾട്ടൊക്കെ വന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞത് എന്താ വെച്ചാല്, SLCയിൽ ഫുള്ള് A+ ഉള്ള ആളെ ഓതാൻ പറഞ്ഞേക്കണം എന്ന് പറയണില്ല. പറയാൻ പൂതിയുണ്ട് പക്ഷെ പറയണില്ല. പറയാൻ എനിക്ക് പൂതിയൊക്കെ ഉണ്ട് പക്ഷെ പറയണില്ല. നല്ല ബുദ്ധിയുള്ളവനാ ശരിക്കും ഓതാൻ പോണ്ടേ, പക്ഷെ ഞാൻ പറയണില്ല. നല്ല SLCയിൽ ഫുള്ള് A+ ഉള്ളവന് +1 പോയിക്കോട്ടെ. ഫുള്ള് A+ ആണെങ്കിൽ സയൻസ് തന്നെ എടുത്തോട്ടെ, അല്ലെങ്കിൽ കൊമേഴ്സ് എടുത്തോട്ടെ, അല്ല നാട്ടിന്റെ അടുത്ത് ഹ്യൂമാനിറ്റീസ് ആണ് ഉള്ളച്ചാലും എടുത്തോട്ടെ, കുറച്ചാലും പോയിക്കോട്ടെ. അതിന് പറ്റൂല എന്ന് തോന്നിയാല് ഓനെങ്ങളൊന്ന് സൂപ്പർ മാർക്കറ്റിൽ ആദ്യം നിർത്തിക്കാളി. തോറ്റിക്കാണ് SLCക്ക്, D ആണ്. ഓനൊന്ന് സൂപ്പർ മാർക്കറ്റിൽ നിർത്തിക്കാളി. സൂപ്പർ മാർക്കറ്റിൽ നിർത്തിയാലേ സിമെന്റ് അല്ല പഞ്ചാരച്ചാക്ക് ഏറ്റേണ്ടി വരും. കാരണം ഈ ജൂനിയേഴ്സിന് ഭയങ്കര ഇടങ്ങേറുള്ള പണിയാണ് ആരായാലും കൊടുക്കുക. പിന്നെ പറ്റുമോ നോക്കണല്ലോ. ആദ്യം തന്നെ ക്യാഷ് കൗണ്ടറിലൊന്നും ഇരിക്കാൻ ആരും പറയില്ല, ഒരു മുതലാളി സമ്മതിക്കൂല. പഞ്ചാരച്ചാക്കാണ്ട് ഏറ്റേണ്ടി വരും, പെരടിയാണ്ട് വേദന ആവും. 8 ദിവസമാണ് പോയിട്ട് വാപ്പാട് വന്നിട്ട് പറഞ്ഞു, ഇപ്പ ഇന്നെക്കൊണ്ട് ഇത് നടക്കൂല എന്ന് പറഞ്ഞാൽ പിന്നെ ആ വഴിക്ക് വിടണ്ട, അടുത്ത് നോക്കുക. എന്താ അടുത്ത പരിപാടി? കോയിപ്പീടിയിൽ നിർത്തുക. അത്ര തന്നെ പണി ഉണ്ടാവില്ല, അല്ലെങ്കിൽ മീൻ കച്ചവടക്കാരൻ്റെ ഒപ്പം നിർത്തുക. രാവിലെ നല്ല തുണിങ്കുപ്പായ എടുത്തു പോകും. ഏട്ടത്തലാണ് വെട്ടിയപ്പോ മേത്തേക്ക് ചോരണ്ട് തെറിച്ചു, ചിറിക്കുണ്ടായി. വാപ്പാനോട് വന്നിട്ട് പറഞ്ഞു, വാപ്പ ഇന്നെക്കൊണ്ട് ഇനി പരിപാടി നടക്കൂല എന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങോട്ട് വിടണ്ട, അടുത്തതിന് വിടുക. എന്താ അടുത്തത്? വർക്ക്ഷോപ്പിക്ക് പറഞ്ഞേക്ക. രാവിലെ നല്ല തുണിങ്കുപ്പായ എടുത്തു പോകും, വൈകുന്നേരം വരുമ്പോ കരിയായിട്ടുണ്ടാവും. പിറ്റേന്ന് രാവിലെ വേറെ എടുത്തു പോകും, വൈകുന്നേരം വരുമ്പോ ഗ്രീസായിട്ടുണ്ടാവും. ഉള്ള തുണിങ്കുപ്പായക്കാണ്ട് കേടിന് പോകാൻ പറയും. ഇപ്പൊ ഇന്നെക്കൊണ്ട് നടക്കൂല എന്ന് പറഞ്ഞാൽ ഞാൻ അതും ആലോചിക്കണ്ട, അടുത്ത പരിപാടി നോക്കുക. എന്താ അടുത്ത പരിപാടി? ഓതാൻ പറഞ്ഞേക്ക പള്ളിക്കക്ക്. അപ്പൊ ഒരു തീരുമാനം കൂടിയും പറയണം. എന്ത്? ഒന്ന് മയ്യത്ത് നിക്കരിച്ചാനും കടക്കട്ടെ എന്നും കൂടിയും പറഞ്ഞാൽ ഇന്നാ മിഅയായി. കാരണം ഈ ഏട്ടത്തല വെട്ടാൻ കഴിയാത്ത ഓനാണല്ലോ ഞാനക്ക് മയ്യത്ത് കരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവൻ കൂടിയാണ് പറഞ്ഞാൽ ഇന്ന് അതിന് സംഗതി തീരുമാനമായി. ഞാൻ അങ്ങനെയൊക്കെ ആയാലും ഒരു 3 കൊല്ലാണ്ട് ഓതാൻ പോയിട്ട് റമദാൻ മാസത്തെ ലീവിന് ഇങ്ങോട്ട് വന്നുങ്ങാണ്ട് തറാവീ നിസ്കാരം കഴിഞ്ഞിട്ട് നീച്ചുന്നങ്ങോട്ട് വർത്താനം പറഞ്ഞാണ്ടല്ലോ, മൂക്കത്ത് വിരല് വെച്ചിട്ടാണ് നോക്കിയാണ്ട് ഇരിക്കേണ്ടി വരും. അതാണ് മാറ്റം. അതാണ് ഒരു മനുഷ്യന്റെ മാറ്റം എന്ന് പറയുന്നത്. അത് ഉണ്ടാവണമെങ്കിൽ ദീനിന്റെ വഴിയിലേക്ക് തിരിച്ചാണ്ട് വെക്കണം. ഇനി ഇതിലേറെ ഫിറ്റായൊരു ഉദാഹരണം വേറെ ഉണ്ടാവും തോന്നുന്നില്ല എനിക്ക് തന്നെ. പക്ഷെ ഒരു കാര്യം ഞാൻ അങ്ങോട്ട് പറയാം, നല്ല ബുദ്ധിയുള്ളവൻ ദീൻ പഠിക്കട്ടെ, നല്ല പൈസക്കാരെ മക്കൾ ദീൻ പഠിക്കട്ടെ. എന്താ കാര്യം? ആരെ മുമ്പിലും എഴുന്നേറ്റ് നിന്നിട്ട് കാര്യമായിട്ട് പറയാൻ പറ്റും, ഊരക്ക് ബലം ഉണ്ടെങ്കിൽ. അതുകൊണ്ട് നല്ല പൈസ ഉള്ള വാപ്പാന്റെ കുട്ടികളിൽ നിന്ന് മൂല്യന്മാരുണ്ട് വരട്ടെ. ഉമ്മത്തിന് വലിയ ഇസ്സത്തായിരിക്കും അത്. ഈ ഉമ്മത്തിന് എന്തുമാത്രം ഇസ്സത്തായിരിക്കും അത്? ആരെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് കാര്യമായിട്ട് പറയാൻ പറ്റും, അങ്ങനത്തെ ആൾക്കാരുണ്ട് വരട്ടെ. അതിനാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. ഇപ്പൊ എല്ലാ നാടുകളിലും സമസ്തയുടെ കീഴിൽ സ്വദേശി ദർസുകൾ സജീവമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആൺകുട്ടികളുടെ കാര്യം മാത്രമല്ല, പെൺകുട്ടികളുടെ കാര്യം പറയേണ്ടതുണ്ട്. പഠിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള സങ്കടം ഏറ്റവും കൂടുതൽ ഉണ്ടാകുക ആണുങ്ങൾക്കല്ല, പെണ്ണുങ്ങൾക്കാണ്. വിദ്യാഭ്യാസ നിരാശാരോഗം എന്നാണ് അതിന് പറയാ. അത് സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതലുള്ളത്. പഠിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന സങ്കടം. ആണുങ്ങൾക്ക് അത് അത്ര തന്നെ വരൂല. കാരണം ആണുങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ ഉണ്ടാവും എന്നതാണ്. ആൺകുട്ടികളും പഠിക്കണം, പെൺകുട്ടികളും പഠിക്കണം, എല്ലാവരും പഠിക്കണം. ഒരു മഹല്ല് എന്ന് പറഞ്ഞാൽ മഹല്ലിൽ പ്രധാനമായും 4 കാര്യം ഉണ്ടാവണം. വിഷയം മാറുന്നുണ്ട്, എന്നാലും ഞാൻ സാന്ദർഭികമായിട്ട് പറയാം. 4 കാര്യങ്ങൾ ഒരു മഹല്ലിൽ ഉണ്ടായിരിക്കണം എന്നാണ്. ഒന്ന്, സ്ഥിരമായ റിലീഫിന്റെ സംവിധാനം ഉണ്ടായിരിക്കണം. ബിലാലിന് മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിൽ നിന്ന് പിരിച്ചിട്ട് തുടങ്ങിയതാണ് റിലീഫ്. എല്ലാ വക്തിനുമായിരുന്നു പിരിവ്. ജുമുഅക്ക് വെള്ളിയാഴ്ച മാത്രമല്ല, എല്ലാ വക്തിനും ബിലാൽ റളിയല്ലാഹു അൻഹു പിരിച്ചിരുന്നു. അതുകൊണ്ട് മഹല്ലിൽ റിലീഫ് നടക്കണം. നമ്മളെന്താ കാട്ടുകാര്യങ്ങള്? ഒരു സാധു മനുഷ്യന് പെരക്കൊരു ബുദ്ധിമുട്ടായി നമ്മളെടുത്ത് വന്ന് പറഞ്ഞാല് വലിയൊരു ലെറ്റർ പേഡ് എടുക്കും, എന്നിട്ട് ആ ലെറ്റർ പേഡിൽ ഒരു കത്ത് ഇങ്ങനെ എഴുതും, വിശദമായി നല്ല കയ്യക്ഷരത്തിൽ, വേണമെങ്കിൽ DTP ഒക്കെ ചെയ്യും. ഇന്നോടത്ത് ഇന്നാളിനാൾ ഭയങ്കര അധികം വിഷമം ഉണ്ടാവുകൊണ്ട് എല്ലാവരും സഹായിക്കേണ്ടതാണ് എന്ന് പറഞ്ഞാൽ അടിയിൽ പേരും ഒപ്പം ഫോൺ നമ്പറും വാട്സപ്പ് നമ്പറും ഇമെയിൽ ID വെച്ചിട്ട് കൊടുത്തിട്ട് പറയും തെണ്ടിക്കൂട് അറിയും.
ആ കത്ത് ഗൾഫിൽ നമ്മളെ കുട്ടിയെക്കണ്ട് അയച്ചു കൊടുത്താല് 3 സെന്റിൽ ഒരു കൂടപ്പര 1 കൊല്ലം കൊണ്ട് കയറ്റിക്കൂടെ നമുക്ക്? അതാണ് ഈ റിലീഫ് പറഞ്ഞ സാധനം. 6 മാസം കൊണ്ട് കയറ്റണം എന്ന് ഞാൻ പറഞ്ഞില്ല. 1 കൊല്ലം കൊണ്ട് ഒരു കൂടപ്പര 3 സെന്റിൽ നമ്മളെ മഹല്യം പറ്റി വിചാരിച്ചാൽ ഉണ്ടാക്കി കൊടുത്തൂടെ? എന്തിനാണ് ഈ തെണ്ടുള്ള സർട്ടിഫിക്കറ്റും കൊടുത്തുകൊണ്ട് വിടുന്നത്? അതാണ് റിലീഫ്. റിലീഫിന് പ്രാധാന്യമില്ലാതെ ദീന് അള്ളാന്റെ ദുന്യാവിൽ എവിടെയും പ്രചരിച്ചിട്ടില്ല. 1,24,000 അമ്പിയാക്കൾ വന്നിട്ടുണ്ട് ലോകത്ത് ദീന് പറയാൻ. ആ 1,24,000 അമ്പിയാക്കളും റിലീഫ് നടത്തിക്കൊണ്ടാണ് ദീൻ പ്രചരിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ ഒന്നും ഇപ്പൊ ദീനിക്ക് ആള് വേണ്ടെന്ന് നമുക്ക് തോന്നും. അങ്ങനെ തോന്നുകയാണെങ്കിൽ ആദ്യം അമ്പിയാക്കൾക്കാണ് തോന്നണം. മദീനത്ത് എന്നിട്ട് ആരത്താ പൈസ ഉള്ളതെന്ന് ചോദിച്ചു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്തിനാ നബിയെ പൈസ എന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, ബീറു റൂമ എന്ന് പറയുന്ന എല്ലാവരും വെള്ളം കോരുന്ന ഒരു കിണറുണ്ട്, അതാണ്ട് വാങ്ങി വഖഫാക്കാനാണ് എന്ന് പറഞ്ഞു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പൈസ എടുത്തൊടുത്തു. കിണറുണ്ട് വാങ്ങി വഖഫാക്കിയപ്പോ കച്ചവടക്കാര് വന്നു. കച്ചവടക്കാര് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, ഉസ്മാനെ, നിങ്ങളത് വാങ്ങാൻ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ഞമ്മളോടൊന്ന് വിവരം പറയണ്ടേ? ഞമ്മക്കൊന്ന് ചവിട്ടി പിടിച്ചു നോക്കിക്കൂടായിരുന്നില്ലേ എന്ന് ചോദിച്ചു ഉസ്മാനോട്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അപ്പോൾ പറഞ്ഞു, ഞാൻ കിണറിനല്ല വില നൽകിയിട്ടുള്ളത്, ഞാൻ സ്വർഗത്തിനാണ് വില നൽകിയിട്ടുള്ളത്. അത് ഇഞ്ഞും കൊടുക്കേണ്ടി വന്നാൽ ഞാൻ ഇഞ്ഞും കൊടുക്കും എന്ന് പറഞ്ഞു സയ്യിദുനാ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അതായിരുന്നു റിലീഫ്. അങ്ങനെ ഇസ്ലാം എവിടെല്ലാം പ്രചരിച്ചിട്ടുണ്ടോ അവിടെ റിലീഫോട് കൂടെയാണ് പ്രചരിച്ചിട്ടുള്ളത്. അപ്പൊ ഒന്ന് റിലീഫ് വേണം, 2 സ്ഥിരമായ വിദ്യാഭ്യാസ സംവിധാനം വേണം. വയസ്സന്മാർക്കും പഠിപ്പിക്കണം, കുട്ടികൾക്കും പഠിപ്പിക്കണം, ചെറുപ്പക്കാർക്കും പഠിപ്പിക്കണം, ജോലിക്ക് വേണ്ടിയും പഠിപ്പിക്കണം, ദീനും പഠിപ്പിക്കണം, ദുന്യാവും പഠിപ്പിക്കണം, എല്ലാം പഠിപ്പിക്കണം, എല്ലാം പഠിപ്പിക്കണം. നമ്മളൊക്കെ മഹല്ലുകളിൽ PSC കോച്ചിങ്ങുകൾ നടക്കണം. പ്രത്യേകമായ ജോലികൾക്ക് വേണ്ടി അപേക്ഷകളൊക്കെ ക്ഷണിക്കുന്ന സമയത്ത് പറ്റാവുന്ന ആൾക്കാർ അതിലേക്ക് അപേക്ഷിപ്പിക്കണം. പ്രതിഷേധങ്ങൾ ഉണ്ടായിരിക്കും, അതതിന്റെ വഴിക്ക് നടന്നോട്ടെ, അപേക്ഷ വേറെ വഴിക്ക് ഇങ്ങനെ കൊടുക്കണം. പ്രതിഷേധം ഉണ്ടാവും, വർത്തമാനങ്ങളൊക്കെ പലതും ഉണ്ടാവും, ശരിയുണ്ടാവും, തെറ്റുണ്ടാവും, ചിലപ്പോൾ ശരി തന്നെ കാലം, അതൊക്കെ അതിന്റെ വഴിക്ക് പോട്ടെ. അപേക്ഷകൾ അതിന്റെ വഴിക്ക് ഇങ്ങനെ കൊടുക്കണം. 17.5 വയസ്സുള്ള ആൾക്കാരെ ഡിഫൻസിലേക്ക്, പട്ടാളത്തിലേക്ക് റിക്രൂട്ട്മെന്റ് ചെയ്യുന്നു 4 വർഷത്തേക്ക്. നല്ല ശമ്പളമുണ്ട്, 30,000 സ്റ്റാർട്ടിങ്ങിലുണ്ട്. 4 കൊല്ലം കഴിയുമ്പോഴേക്ക് 40,000 റുപ്യ മാസത്തിലായി മാറും. 11.5 ലക്ഷം റുപ്യ പിരിഞ്ഞു വരുമ്പോ കിട്ടും. കിട്ടട്ടെ കിട്ടാതിരിക്കട്ടെ, നേരത്തെ ഹജ്ജിന്റെ കാര്യം പറഞ്ഞു ഒരു അപേക്ഷ കൊടുത്തേക്കൂടെ? നമുക്ക് കിട്ടൂല എന്ന് വിചാരിച്ച് കൊടുക്കാതിരിക്കണോ? കിട്ടില്ലെങ്കിൽ വേണ്ട, ഒരു അപേക്ഷയിലും കൊടുത്തേക്കൂടെ? കുട്ടികളെ കൊണ്ടൊക്കെ കൊടുപ്പിക്കണം. നല്ല ദീനിയായ ബോധമുള്ളവർ ആ രംഗത്തേക്ക് കടന്നു വരട്ടെ. അപ്പൊ 2ാമത് വിദ്യാഭ്യാസ പ്രവർത്തനം നടക്കണം. 3ാമത്തെ കാര്യം, ആളുകൾക്കിടയിൽ ധാർമ്മിക ബോധം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇടയ്ക്കിടെ ബോധവൽക്കരണ പരിപാടികൾ ഉണ്ടായിരിക്കണം. ഇടക്കിടക്ക് ബോധവൽക്കരണ പരിപാടി ഉണ്ടായിരിക്കണം. എന്ത് വിഷയമാണെങ്കിലും കേൾക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും തോന്നും ആ പറഞ്ഞത് ശരി തന്നെ കേട്ടോ. കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ മറക്കുമ്പോ പിന്നെയും പറയണം എന്നെ. ഇടക്കിടക്ക് ബോധവൽക്കരണ പരിപാടികൾ നടക്കണം. 4ാമത്തെ കാര്യം, മഹല്ലത്തിൽ ഒരു മസ്ലഹത്തിന്റെ സംവിധാനം സ്ഥിരമായി ഉണ്ടായിരിക്കണം. നാട്ടിൽ മസ്ലഹത്തിന് പറ്റിയ കുറെ ആൾക്കാരുണ്ടാവും. ഓലെ കൂട്ടി യോജിപ്പിച്ചിട്ട് എപ്പോഴും മസ്ലഹത്തുകൾ നടക്കണം. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പരമാവധി മസ്ലഹത്താക്കാൻ പറ്റുമോ നോക്കണം. പറ്റൂല എന്ന് തോന്നുമ്പോൾ ഒരു കേസേറ്റ് പോയിക്കോട്ടെ, കേസേറ്റ് പോയതാണെങ്കിലും മസ്ലഹത്താക്കാൻ പറ്റുമോ നോക്കണം. ഇങ്ങനെയൊക്കെയുള്ള നല്ല കാര്യങ്ങൾ നടക്കണം. ദീനിയായ വിഷയങ്ങൾക്ക് നമ്മുടെ എപ്പോഴും സപ്പോർട്ട് ഉണ്ടായിരിക്കണം. എപ്പോഴും ദീൻ പഠിച്ചുകൊണ്ടും പഠിപ്പിച്ചുകൊണ്ടും ഇരിക്കണം. നന്നാവൂല എന്ന് നമ്മൾ വെറുതെ പറയാണ്. ഗൗസുൽ ആദം സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവർകൾ പറഞ്ഞിട്ടുണ്ട്, പറഞ്ഞാൽ ആൾക്കാർ നേരാവൂല നിങ്ങൾ വെറുതെ പറയാണ്, നേരാവണം എന്ന് കരുതി നിങ്ങൾ പറയുന്നില്ല എന്നതാകുന്നു പ്രശ്നം. പറയണമെന്ന് കരുതിയിട്ട് നമ്മൾ പറയണുള്ളൂ, നേരാവണമെന്ന് കരുതി പറയണില്ല എന്നതാണ്. അതുകൊണ്ട് എപ്പോഴും ഓർമ്മപ്പെടുത്തണം, എപ്പോഴും ഉപദേശിച്ചു കൊണ്ടിരിക്കണം. ഓരോരുത്തരോടും അവരവരുടെ ഭാഷകളിൽ പറഞ്ഞുകൊണ്ടിരിക്കണം, അവരവരുടെ ശൈലികളിൽ പറഞ്ഞുകൊണ്ടിരിക്കണം. ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, എല്ലാവരും നന്നായി പറയണം. അപ്പൊ നമുക്ക് ഓരോ വിഷയവും 2 നിരക്ക് പറയാം. അപ്പൊ ഞാനിവിടെ വയലു പറയുന്ന വിഷയം യുവാക്കളും ധാർമ്മിക ബോധവും എന്നാണ് എന്ന് വിചാരിച്ചോളി. നമ്മളെ പഴയ കാലത്തൊക്കെ വയലിന്റെ ഒരു വിഷയമായിരുന്നു യുവാക്കളും ധാർമ്മിക ബോധവും. 2 നിരക്ക് പറയാം. ചെറുപ്പക്കാരൊക്കെ കീടന്നിട്ടുണ്ട്, കുരുത്തം കെട്ടവരാണ്, പള്ളിന്റെ മേലെ കയറിയിരുന്ന് വർത്താനം പറയലും മൊബൈലും കഴിച്ചലും ആകുന്നു അവർക്ക് പണി. അങ്ങനെ പറയാം. നേരെ തിരിച്ചും പറയാം,
ചെറുപ്പക്കാര് നന്നായാൽ ദുന്യാവ് മൊത്തം നന്നായി. അബൂബക്കർ സിദ്ദീഖ് ഇസ്ലാമിലേക്ക് വരുമ്പോ യുവാവാകുന്നു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വരുമ്പോ യുവാവാകുന്നു. പരിശുദ്ധമായ ഖുർആനിൽ വെള്ളിയാഴ്ചയോതുന്ന അൽ കഹ്ഫ് എന്ന സൂറത്തിൽ കുറെ യുവാക്കളുടെ കഥയാകുന്നു. അങ്ങനെയും പറയാം. ഏതാ നല്ല പറച്ചില്? നന്നാവാൻ പറയുകയാണെങ്കിൽ നല്ല കൊലത്തിൽ പറയലാ നല്ലത്. ഇതിപ്പോ എന്താ സംഭവിച്ചാല്, ഞാൻ ആരെയും കുറ്റപ്പെടുത്തല്ല, എന്താ സംഭവിച്ചാല് പള്ളിക്കുണ്ടാവും കുറച്ച് വയസ്സന്മാര്, എല്ലായിടത്തും ഉണ്ടാവും, ഇവിടെ മാത്രമല്ല. നേരത്തെ പറഞ്ഞ മാതിരി പെരേന്ന് ഒഴിവാക്കിയ സൈസ്, പെരയില് അമ്മയും മക്കളും കൂടി ഒന്നായിട്ട് വാപ്പാനെ ചവിട്ടിയ കുറച്ച് ആൾക്കാരുണ്ടാവും. ഓർക്ക് ആകെ ഉള്ളത് 3 പണിയാണ്. ഒന്ന് നഴ്സറി കുടിനെ വണ്ടി കയറ്റ, ബസ് കയറ്റി കൊടുക്കാം. 2 അങ്ങാടി പോയിട്ട് മീൻ കൊണ്ടുവരാം. 3-മത്തേത് വൈകുന്നേരം ഒരു ടോർച്ച് എടുത്തുകൊണ്ട് പള്ളിക്കൊക്കെ പോയിട്ട് കുട്ടികളെ സ്വീപ്പാക്കുക. കുട്ടികളിങ്ങനെ വരും നിക്കരിച്ചാൻ വേണ്ടിയിട്ട്. ഹൗദിന്ന് വെള്ളം മുക്കിയാലും പ്രശ്നമായി, മുക്കിയില്ലെങ്കിലും പ്രശ്നമായി. മുക്കിയാല് അള്ളാന്റെ ഹൗദിന്ന് വെള്ളം മുക്കി കളയുന്നായി. എന്നാ മുക്കാതന് കയറിയാലോ പടച്ചോന്റെ പള്ളിക്കൊക്കെ ഗത കയറുകയെന്നായി. ഇങ്ങനെയായാലും പ്രശ്നമാണ്. നമ്മൾ നാട്ടിക ഉസ്താദ് അള്ളാഹുരുടെ ദർജ ഉയർത്തട്ടെ, വാത് പറയുമ്പോൾ ഒരു കഥ പറയലുണ്ട്. ഒരു ജമാഅത്തിനെ പറ്റി പറയുമ്പോഴാണ് ആ കഥ പറയാ. ഒരു രസകരമായ കഥ. ഒരു ചങ്ങായിനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി. ഇത്രേ ഒരു തമാശ കഥയാണ്. പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് ഈ ചങ്ങായി സ്റ്റേഷനിക്കാണ് കയറിയപ്പോ വലത്തെ കാല് വെച്ചിട്ടാണ് കയറി പറഞ്ഞു. അതിൽ കൊടുത്തു പെരടിക്കൊരടി. എന്താണ് എന്നെ പുതിയാപ്പിള കൊണ്ടുപോവുകയാണോ എന്ന് ചോദിച്ചു. അതിലോ അങ്ങോട്ട് തന്നെ ഇറങ്ങിയാണ്ട് ഇടത്തെ കാല് വെച്ചിട്ടാണ് കയറിയപ്പോ കൊടുത്തു പെരടിക്കൊരടി. എന്താണ് എന്നെ കൊല്ലാൻ കൊണ്ടുപോവുകയാണോ എന്ന് ചോദിച്ചു. അങ്ങോട്ട് ഇറങ്ങിങ്ങാണ്ട് 2 കാലെടുത്തുങ്ങാണ്ട് ഒരു ചാട്ടാണ്ട് ചാടിയപ്പോ കൊടുത്തു 3-മത്തെ അടി. എന്താണ് ജാളെ കളിയാക്കണോന്ന് ചോദിച്ചു. ഇതേമാതിരിയാണ് കുട്ടികൾ പള്ളിക്കൊക്കെ വന്നാല്. ഇനിയിപ്പതാ വരാൻ പോണുണ്ട്, പെരുന്നാൾ വരുമല്ലോ. പെരുന്നാൾ വരും. കുട്ടികൾ നേരത്തെ എഴുന്നേറ്റ് കുളിച്ച് തുണിങ്ങുപ്പായും മാറ്റിയിട്ട് പള്ളിന്റെ മുമ്പിൽ വന്നിരുന്നിട്ട് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ, മൈക്ക് ഓണാക്കി കൊടുക്കുകയും ചെയ്താലും ഉഷാറായി. ആ നിക്കാരണ്ട് തുടങ്ങാൻ നേരത്തെ കുറച്ച് വയസ്സന്മാരും വന്നിട്ട് പറയും, പുഴയുടെ കുട്ടികളൊക്കെ ബാക്ക് നിൽക്കുന്നു, എന്താ ഈ ചങ്ങായി കുറച്ച് നേരത്തെ വന്നൂടെ? മുന്നിൽ ആദ്യം വന്നവർക്കുള്ള അവകാശമാണ്. ഇവൻ എന്താ കുറച്ച് നേരത്തെ വന്നൂടായിരുന്നില്ല? ഓനോടെ വെള്ളം ഉണ്ടായിരുന്നില്ലേ കുളിച്ചാന്? ഓനോട് എന്താ വെള്ളല്ലേ? എന്നിട്ട് ഇങ്ങനെ കുട്ടികളെ ചീപ്പാക്കി തന്നെ. പിന്നെ കുട്ടികളും കുറച്ചൊക്കെ ഒരു മനസ്സിലാക്കണം. കുറച്ച് വയസ്സന്മാര് നേരം വയ്ക്ക് വരാണ്ടായി തന്നെ ബാക്കിൽ ഇരുന്നാൽ മതി. അല്ല, അതും മനസ്സിലാക്കണത് നല്ലതാണ്. കുറച്ച് വയസ്സന്മാരുണ്ട് നേരം വൈകിട്ട് വരാന്. അതുകൊണ്ട് കുട്ടികൾ ആദ്യം തന്നെ ബാക്കിൽ ഇരുന്നാലും ഓൽക്കും നല്ലതാണ്. ഇതൊക്കെയാണ് സംഗതി. കുട്ടികൾ മേലെന്ന് വർത്താനം പറയാന്നുള്ളതാണ് നമ്മളെ പരാതി. മേലെ കയറിയിരുന്ന് വർത്താനം പറയാന്ന്. താഴെ വയസ്സന്മാർക്ക് കുറച്ച് പണിയുണ്ട്, അവിടെ എടുക്കായിട്ടാണ്. ഇമാം ഇങ്ങനെ വാളെടുത്ത് ഇങ്ങനെ വരും റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട്. ഇതിന്റെ മുക്കിയുടെ അവിടെ എത്തുമ്പോ വാള് വാങ്ങുമ്പോ അസ്സലാമു അലൈക്കും എന്ന് പറയും. ആരോടാണ് ആ സലാം? മുക്കീറിനോട് മാത്രമൊന്നുമല്ല, അവിടെ ഉള്ള എല്ലാവരോടാണ് സലാം. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സദസ്സിലേക്ക് വരുമ്പോൾ 3 സലാം പറയാറുണ്ടായിരുന്നു എന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഒന്ന് റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ പറയും, ഒന്ന് വാള് വാങ്ങുമ്പോൾ പറയും, ഒന്ന് മിമ്പർ കയറിയിട്ട് തിരിഞ്ഞു നിൽക്കുമ്പോൾ പറയും. അതാണ് 3 സലാം, എല്ലാവരോടുമാണ്. അപ്പൊ എന്ത് വേണം? ആ മുന്നിലിരിക്കുന്ന കാരണന്മാര് വഅലൈക്കും സലാം എന്ന് പറയുമ്പോ മേലെങ്ങനെ വർത്താനം പറയാൻ അങ്ങനെ തുടങ്ങുന്നുണ്ടാവും ചെക്കന്മാര്. ഓൽക്ക് മനസ്സിലായി താഴെ ജുമ ഉണ്ടില്ലേ. എന്ത് ചങ്ങായിമാരെ ഒറ്റൊന്നും മുണ്ടൂല, പിന്നെ ഓല് വർത്താനം പറയാതിരിക്കുമോ? അത് കഴിഞ്ഞിട്ട് പിന്നെ ഇമാമും മിമ്പർമക്കാരും 1-മത്തെ ഖുത്ബ കഴിഞ്ഞിട്ട് ഇങ്ങനെ ആയത്ത് തുടങ്ങും. അപ്പൊ പറയും കലാമു റബ്ബിൽ ആലമീൻ എന്ന് പറയും. അപ്പൊ വയസ്സന്മാരൊക്കെ കൂടി സുബ്ഹാനഹു വ തആല ലാ ഇലാഹ ഇല്ലാഹു എന്ന് പറയും. അപ്പൊ മേലെ വർത്താനം തുടങ്ങുന്ന ആൾക്കാരുണ്ടാവും. ആ താഴത്ത് ജുമയാണില്ലേ എന്നാ വർത്താനം പറയണ്ടാവും. ഇതിങ്ങനെയാണ് അവർ തീരുമാനിച്ചിരുന്നത്. ഇത് താഴെയുള്ള വയസ്സന്മാരൊക്കെ തൊള്ളയില് കൊഗ്ഗാണ്. പിന്നെ എങ്ങനെ നടക്കുക? ഒന്നാണ്ട് ഉറക്ക ചെല്ലണ്ടേ? അപ്പൊ മറ്റൊരാളും ഉണ്ടായിരിക്കൂലേ? അത് കേട്ടിട്ടാണ് മറ്റൊരിങ്ങനെ മുന്നിക്ക് വരുന്നത്. അപ്പോലും അതേമാതിരി ചെല്ലും. നമ്മളാരെങ്കിലും സുബ്ഹാനഹു വ തആല ലാ ഇലാഹ ഇല്ലാഹു എന്ന് എഴുതി പഠിച്ചതാ? കാരണന്മാര് ചെല്ലിന് കേട്ടിട്ടാണ് പഠിച്ചതാണ്. അതേമാതിരിയാണ് ചെല്ലി കൊടുക്കണ്ടേ. അപ്പോഴല്ലേ അടുത്ത തലമുറക്ക് അത് പടിയുള്ളൂ. ഇത് നമ്മളിങ്ങനെ ഓരോ കുറ്റം പറഞ്ഞ് നടത്തുന്ന എന്താ കാര്യം? നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മളാണ് ചെയ്യണമല്ലോ. ഓർക്കൊരു കുഴപ്പമില്ല. ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ചുള്ള എല്ലാ നന്മയും അവരെടുത്തുണ്ട്. ഇന്നത്തെ കാലത്തിനനുസരിച്ചുള്ള എല്ലാ നന്മയുണ്ട്. ഉള്ള നന്മയെ നമ്മൾ വെള്ളം പാർന്നു കൊടുത്ത്
നമ്മളതിനെ നനച്ചു കൊടുത്ത് വലുതാക്കി വലുതാക്കി കൊണ്ടുവരികയാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. അപ്പൊ അതിന് ബോധവൽക്കരണങ്ങൾ, മസ്ലഹത്തുകൾ, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ, പള്ളിയുമായുള്ള ബന്ധങ്ങൾ, റമദാനൊക്കെ വന്നാൽ ഒരു റമദാനിൽ ഒരു ദിവസം ഫുള്ളായിട്ട് പള്ളിയിലുള്ള ക്യാമ്പുകൾ, ഇങ്ങനെയൊക്കെ മെല്ലെ മെല്ലെ അടുപ്പിച്ച് വയസ്സന്മാരമാതിരി 24 മണിക്കൂറും കുട്ടികൾ പള്ളിക്ക് വന്ന് ഇരിക്കൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഒരു 3 മാസം കൂടുമ്പോൾ ഒരു ഈത്തിക്കാഫ് മജ്‌ലിസ്, അല്ലെങ്കിൽ ഒരു റമദാനിൽ 27 ഒരു ഹയാത്താക്കുന്ന പരിപാടി, ഒരു മാസം 17 ഇങ്ങനെയൊക്കെയുള്ള അവസരം വരുമ്പോഴേ നടക്കുള്ളൂ. അവസരങ്ങൾ വരുമ്പോൾ ഒരു മിഅ്റാജിനൊരു പരിപാടി, മുഹറം 9 പരിപാടി, ഇങ്ങനെയൊക്കെയുള്ള പ്രത്യേകമായ ദിവസങ്ങൾ ഉണ്ടാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടി നടത്തി യുവാക്കളെയും കുട്ടികളെയും ചെറുപ്പക്കാരികളെയും ചെറുപ്പക്കാരന്മാരെയും വയസ്സന്മാരെയും വയസ്സത്തികളെയും എല്ലാവരെയും സെറ്റാക്കി നിർത്തണം. മഹല്ല് കുടുംബസംഘമാണ് നടക്കുന്നത്. അവാർഡ് പോരാ, ഇതൊന്നും പോരാ. അവാർഡ് 10ാം ക്ലാസ്സുകാരും +2കാരും മാത്രമൊന്നല്ല ഈ നാട്ടിലുള്ളത്. ഏറ്റവും നല്ല ഓട്ടോറിക്ഷ ഡ്രൈവർക്കുള്ള അവാർഡ് അടുത്തെല്ലാം കൊടുത്തു നോക്കി. നിങ്ങൾ എന്താ അവാർഡ് കൊടുക്കാൻ പാടില്ലാത്തതാ? ഇവിടെ നാട്ടിലേക്ക് ഏറ്റവും വലിയ ഖിദ്മത്ത് ഓട്ടോറിക്ഷ ഡ്രൈവറാണ് ചെയ്യണത്. എന്താ ഓനൊരു അവാർഡ് കൊടുത്താൽ? നാട്ടിലെ ഏറ്റവും നല്ല ഓട്ടോറിക്ഷ ഡ്രൈവർക്കുള്ള അവാർഡ്, നാട്ടിലെ ഏറ്റവും കൂടുതൽ മയ്യത്ത് കുളിപ്പിച്ചുള്ള ആൾക്ക് അവാർഡ് കൊടുത്തു നോക്കി. അത് കൊടുത്തു നോക്കി. സംഗതി അല്ല ഉഷാർ. നാട്ടിലെ ഏറ്റവും നല്ല കൂലിപ്പണിക്കാരനുള്ള അവാർഡ്, എന്താ ഓന അവാർഡ് വേണ്ടേ? അത് വെറും ബംഗാളികൾ മതിയോ? അതൊക്കെ കൊടുക്കണം. നല്ല നല്ല അവാർഡുകൾ. അതൊന്നും മതിയായിട്ടില്ല. അടുത്തൊല്ലം ഒന്നുകൂടി ഉഷാറാക്കണം ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പറഞ്ഞതും കേട്ടതൊക്കെ അവൻ സാലിഹായ അമലായി ഖബൂൽ ചെയ്യട്ടെ. ഇരുലോക വിജയികളിൽ ചേർത്ത് അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على رسولك سيدنا محمد وعلى آل سيدنا محمد. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل منا ولا فينا ولا معنا شقيا ولا مطرودا ولا محروما. ألف بين قلوبنا وأصلح ذات بيننا واهدنا سبل السلام ونجنا من الظلمات إلى النور. اللهم إنا نسألك الهدى والتقى والعفاف والغنى يا رب العالمين. ربنا اجعل آخر كلامنا عند الموت قول لا إله إلا الله. توفنا مسلمين وألحقنا بالصالحين. اللهم إنا نسألك الهدى والتقى والعفاف والغنى يا رب العالمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. حصل مرادنا واشف أمراضنا وعد ديوننا وبلغ آمالنا. اللهم إنا نسألك الجنة وما يقرب إليها من قول وعمل ونية واعتقاد. تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. واغفر ذنوبنا يا غافر المذنبين. آمين برحمتك يا أرحم الراحمين. എല്ലാവരും ദുആ ചെയ്യണം. പിന്നെ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഈ മദ്രസയിൽ കുറേ കാലം ജോലി ചെയ്യാനും പരിശുദ്ധമായ ദീനിനു വേണ്ടി ഖിദ്മത്തെടുക്കാനൊക്കെ അവസരം ഉണ്ടായിട്ടുണ്ട്. നന്ദിയോടുകൂടെ ഓർക്കുകയാണ്. കുറച്ച് ശിഷ്യന്മാരൊക്കെ ഉണ്ടാവും, പക്ഷെ ഇപ്പം കണ്ടറിഞ്ഞോളണമെന്നില്ല. ഓരൊക്കെ വലിയ വലിയ മനുഷ്യന്മാരായിട്ടുണ്ടാവും. അന്ന് ചെറിയ കുട്ടികൾ 5ാം ക്ലാസ്സായിരുന്നു അന്ന് ഇവിടെ ഉണ്ടായിരുന്നത് എന്നാണ്. അതൊന്നും 7ഓന്നറിയില്ല, 5 അന്നത്തെ ഉസ്താദന്മാരൊക്കെ ഇപ്പോഴും ഇവിടെ ഉണ്ട്. നിങ്ങളുടെ നാട്ടിലുള്ള ഉസ്താദന്മാരായിട്ട് പഴയ ആളുകൾ അൽഹംദുലില്ലാ കുറേ ആളുകളൊക്കെ ഓർമ്മയുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവരെയും ഖൈറിൻ്റെ ആളുകളിൽ ഉൾപ്പെടുത്തി തരട്ടെ. വളരെയധികം സന്തോഷം അറിയിക്കുന്നു. എല്ലാവരും ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.